ലൈഫ് ഡിവൈൻ ചാനലിൽ നമ്മുടെ ആശാ ശ്രീജിത്ത് നിങ്ങൾ ചെയ്ത 108ാമത്തെ ഒരു വീഡിയോ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് താടിക്കാരൻ്റെ തത്വവിചാരങ്ങൾ എങ്ങനെ ഗുരുവിൻ്റെ ആശയമാകും, ട്രൂത്ത് ഗുരു സ്കൂളിലെ പിന്നെ മൊട്ടത്തലയനും തങ്ങളുടെ ജീവിതത്തിൽ എന്ത് പരിവർത്തനം നടത്തി എന്നൊക്കെ അല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കിച്ചാൽ നമ്മൾ പറയാം ഞങ്ങൾ പരിവർത്തനം എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ നിങ്ങളെ എന്താ പറയുക, ശാന്തിഗിരിയുടെ ആധ്യാത്മിക വിഷയമാണല്ലോ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൽ ആശ്രമത്തുനിന്ന് ശുദ്ധീകരിക്കുന്ന ശാന്തിഗിരി മാസികയിൽ ആശ്രമോദ്ദേശം എന്നൊരു ഭാഗമുണ്ട്. അപ്പം അതിൽ ഫുള്ള് വായിക്കില്ല, പ്രധാനപ്പെട്ട 1-2 വായിച്ച സഹജീവികളോട് മാത്രമല്ല ഒരു ജീവിയോടും ദേഷ്യം തോന്നാതെ മനുഷ്യരോടെന്ന പോലെ എല്ലാ ജീവികളിലും ഹൃദയാനുകമ്പയുള്ളതായിരിക്കും. ഒരു സാധകനെ സംബന്ധിച്ചുള്ളതാണ്. എല്ലാവരോടും മിത്രഭാവം, കരുണ, ക്ഷമ, അഹങ്കാരമില്ലായ്മ, സുഖത്തിലും ദുഃഖത്തിലും എളുപ്പമാകാത്ത മനസ്ഥിതി ഇവ ഉണ്ടാകിയിരിക്കുക. ഇത്രയും കൊണ്ട് നിങ്ങളെയും ഈശ്വരനെയും സ്നേഹിക്കുന്നവരായി മാറും. മനസ്സ്, വാക്ക്, പ്രവൃത്തി ഇവ 3ലും നിങ്ങൾ പരിശുദ്ധി നേടാൻ ശ്രമിക്കുക. ഇതിന്റെ ഫലമായി ഈശ്വരന് നിങ്ങളോടും സ്നേഹമുണ്ടാകും. അതിയായ സന്തോഷം, അസൂയ ഇവ ഭയപ്പെടേണ്ട വസ്തുക്കളായി സൂക്ഷിച്ചുകൊള്ളുക. എന്തെന്നാൽ അവ നിങ്ങളെ ഈശ്വരനിൽ നിന്ന് അകറ്റും. ശത്രുവിലും മിത്രത്തിലും മാനത്തിലും അവമാനത്തിലും സ്തുതിയിലും നിന്ദയിലും തുല്യരായിരിക്കുക. ഈ ലോകം തന്നെ തറവാളെന്ന് കരുതുക. ആദര ശുശ്രൂഷയും സേവന സന്നദ്ധതയും നമ്മൾ വ്രതമായിരിക്കണം. ലോക ഗുരുക്കന്മാരും അവരുടെ വാക്കുകളും നമുക്കെന്നും ആദരണീയമായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു സാധനത്തെ സംബന്ധിച്ച് ശാന്തിഗിരി വിശ്വാസത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം എന്നുള്ളതാണ്. ഇതിന് ചോദിക്കുന്നത് സ്തുതിയിലും നിന്ദയിലും ഒരുപോലെ തുല്യരായിരിക്കണം എന്നാണ്. അപ്പോൾ അത് ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ മക്കാറാക്കുമ്പോൾ മൊട്ടത്തലയും പാണാജി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആശ്രമത്തിൻ്റെ വിഷയം നിങ്ങൾക്ക് ബാധകമല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഗുരു അവരുടെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് പാലിക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അത് സ്വന്തം ജീവിതത്തിൽ പാലിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ആർക്കും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ പറയുന്നതിന് പകരം ആശ്രമത്തിലെ വിഷയങ്ങൾ എടുത്ത് ഏതെങ്കിലും ഒരു ഗുരുവാണി എടുത്തിട്ട് സംസാരിക്കാം. നമുക്ക് അത് വിശദമായി പറഞ്ഞു കൊടുക്കാം. ഒരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഗുരുവാണി പറയുമ്പോൾ ഒരുപാട് വലിയ അർത്ഥമാണ് തലങ്ങളിലുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഗുരുവിൻ്റെ സംഭാഷണങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഗുരുഗീത, അല്ലെങ്കിൽ ഗുരുഷ്പാഞ്ജലിയിലെ മന്ത്രം, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ വിശ്വാസികളിലേക്ക് പറഞ്ഞ് വിശദമായി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ പിന്നെ അബോധതലം, മനസ്സിൻ്റെ തലതലം, പിന്നെ അതീന്ദ്രിയം, കുണ്ടലിനിയായ ഓണത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറ്റുന്നതാണ് കാര്യം. ജീവിതത്തിൽ പകർത്താൻ പറ്റിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലേ നമ്മൾ പറയാനുള്ളൂ. അല്ലാതെ നമ്മളെ മറ്റുള്ള ആളുകൾ ഇൻസൾട്ട് ചെയ്യാന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്തുതിയിലും നിന്ദയിലും നിങ്ങൾ തുല്യരായിരിക്കണം എന്ന് പറയുമ്പോൾ ആരെങ്കിലും സ്തുതിക്കുമ്പോൾ മാത്രം വലിയതാവുകയും ആരെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ആകെ വെറി പിടിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ഒരാൾ പറയുന്നു കേട്ടു, സീറ്റിന് എന്തോ ചോദിച്ചിട്ടുള്ളത് ആ സമയത്ത് എന്താണ് വിഷയം ചോദിക്കുന്നത്, പിന്നെന്താ പോയി പണി നോക്കടാ കമൻറ്റാണ്, ശ്രീജിത്തിൻ്റെ കമൻറ്റാണ്. അതുപോലെ പിന്നെ ബ്ലോക്ക് ചെയ്തു പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ആത്മീയതയാണ് നിങ്ങൾ പറയുന്നത്? അപ്പം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാനും ഗുരുവാണിയെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഒരു വാക്ക് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഗുരു ആരാണ്? അപ്പോൾ അതിൻ്റെ ആത്മീയ ഗ്രന്ഥങ്ങളാണ് നമുക്ക്. ഖുർആനുണ്ട്, ബൈബിളുണ്ട്, ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കുകയല്ലേ ഏറ്റവും നല്ലത്. ഇപ്പോൾ ഗുരുവിനെ കുറിച്ച് ഖുർആൻ എഴുത്തിൽ 1-ാമത്തെ ഇത് സൂറ, അതിലെ പിന്നെ സൂറ എന്ന് പറയുമ്പോൾ അധ്യായം, അതിലെ 2-ാമത്തെ ആയത്തിൽ എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബ് എന്ന് പറയുമ്പോൾ ദൈവം. അത് എല്ലാ സ്തുതിയും ദൈവത്തിന് മാത്രമെന്നാണ്. അപ്പോൾ അതുപോലെ ഗീതയിലൊക്കെ പറയുന്നത്, അതായത് എല്ലാ സ്തുതിയും സർവ്വലോക പരിപാലകനായ രക്ഷകന് എന്നാണ് അതിൽ പറയുന്നത്. ഭഗവത്ഗീത നോക്കുകയാണെങ്കിൽ അർജുനോട് പറയുന്നതാണ്
സർവധർമാൻ പരിത്യജ മാമേകം ശരണം പ്രജ അഹം ത സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. സർവധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ ഒരുവനെ തന്നെ ശരണം പ്രാപിക്കാം, ഞാൻ നിന്നെ സകല പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും, നീ ദുഃഖിക്കേണ്ടതാണ്. അവിടെയും ആ ഏകമായ അതാണ് വരുന്നത്. അതിലെ മോക്ഷ സന്യാസ യോഗത്തില് അതിന്റെ 65-ാമത്തെ ശ്ലോകത്തിൽ മന്മന ഭവ മമ ഭക്തോ മധ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനേ പ്രിയോസോമിനി എന്നത് എന്നിൽ ചിത്തം ഉറപ്പിച്ചുകൊണ്ട് എന്നിൽ ഭക്തിയുള്ളവനെ എന്നെ യജിച്ചുകൊണ്ട് എന്നെ വണങ്ങി നിന്നാൽ നീ എന്നിൽ തന്നെ എത്തിച്ചേരും, നീ എനിക്ക് പ്രിയനായിരിക്കുന്നു, എന്നോട് സത്യമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിലും അത് നമ്മൾ പറഞ്ഞല്ലേ, ഗുരുക്കന്മാരുടെ വചനങ്ങൾ നമ്മൾ ആദരണമായിരിക്കണം. എല്ലാം ഒരു ഗുരുവിനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു ഗുരു എന്ന് പറയുന്നത് കലാന്തര ഗുരു. അപ്പം അവിടെ മറ്റൊരു ഗുരുവിനെ നിങ്ങൾ അവരോധിക്കുന്നതാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അതാണ് പറഞ്ഞത്. അപ്പം അത് ചിന്തിച്ച് നോക്കുക, ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് ഏത് ഗുരു എന്നുള്ളതും ആ ഗുരു എങ്ങനെ വന്നു എന്നുള്ളതും ആ ഗുരുവെ ആരാണ് എന്താണെന്നുള്ളത് പറയാം. പിന്നെ എന്താ പറയുക, പഴയ ഗ്രന്ഥം ഇപ്പം ബൈബിളായാലും ഖുർആനിലൊക്കെ ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്, ദൈവം സൃഷ്ടിച്ചത് 6 ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗുരുവിൻ്റെ വാക്കുകളിൽ അല്ലെങ്കിൽ ദൈവവാക്കുകളിൽ അതേപടി എടുത്താൽ ചില പ്രശ്നങ്ങൾ വരും. നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ 6 ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുമ്പോൾ മനുഷ്യൻ്റെ ദിവസമല്ല. അതും പുരാണിലേക്ക് പോകേണ്ടി, പഴയ കണക്കിലേക്ക് പോകേണ്ടി വരും. അതെങ്ങനെ വെച്ചാൽ എന്താണ്, പഴയ കാലത്തെ കണക്ക് കാലമാനം, അതായത് 30 അല്പകാലം ഒരു ത്രുടി, 30 ത്രുടി ഒരു കല, 30 കല ഒരു കാഷ്ട, 30 കാഷ്ട ഒരു നിമിഷം, 4 നിമിഷം ഒരു ഗണിതം, 10 ഗണിതം ഒരു നെടുവീർപ്പ്, 6 നെടുവീർപ്പ് ഒരു വിനാഴിക, 6 വിനാഴിക ഒരു ഘടിക, 60 ഘടിക ഒരു ദിവസം. ഒരു ദിവസത്തിന് 60 ഘടിക, 60 എത്ര സമയം വരും? 24 മണിക്കൂറിന് 60 ഘടിയാണ്. അപ്പോൾ 12 ഒരു ദിവസം ഒരു അഹോരാത്രം. അങ്ങനെ 15 അഹോരാത്രം എന്നത് ഒരു വർഷം. 2 വർഷം ഒരു ചന്ദ്രമാസം, 2 വർഷം 2 15 30 ദിവസം, 2 മാസം ഒരു ഋതു, 6 ഋതു ഒരു മനുഷ്യവർഷം. ഒരു മനുഷ്യവർഷം 6 ഋതു പറയുന്നത്. 300 മനുഷ്യവർഷം എന്നൊരു ഒരു ദേവവർഷം. ഒരു ദേവന്റെ വർഷത്തിന് 300 മനുഷ്യന്റെ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് 300, 600, 1000 ഒക്കെ കൊല്ലം ജീവിച്ച മനുഷ്യരുണ്ടാവാം. അങ്ങനെ ദേവവർഷം കൂടി ഈ 4800 ദിവ്യവർഷം ഒരു കൃതയുഗം, 3600 ദിവ്യവർഷം ഒരു ത്രേതായുഗം, 2400 ദിവ്യവർഷം ഒരു ദ്വാപരയുഗം, 12,200 ദിവ്യവർഷം ഒരു കലിയുഗം, 12,000 ദിവ്യവർഷം ഒരു ചതുർയുഗം, 71 ചതുർയുഗം ഒരു മന്വന്തരം, 14 മന്വന്തരം ഒരു കൽപ്പം. ഒരു പകൽ, അത് ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ്. 14 മന്വന്തരം, 14 മന്വന്തരം എന്ന് പറയുന്ന ഒരു പകലാണെങ്കിൽ അങ്ങനെ 6 ദിവസത്തിന് കൂട്ടിയാൽ എത്ര വരും? 6 മന്വന്തരമല്ലോ, 14 മന്വന്തരം ഒരു ദിവസമാണ്. അപ്പോൾ 6 14 മന്വന്തരം, 6 60 84 മന്വന്തരം വരും 6 ഈ പറഞ്ഞ ദിവസത്തിന്. അപ്പം നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിയിട്ട് 6 ദിവസം കൊണ്ട് ഇതെന്ത് അത്ഭുതമാണെന്ന് ചോദിക്കും. അതാണ് വരുന്നത് ഗുരുക്കന്മാരുടെ വാക്കുകൾ. ആ തരം കാലങ്ങളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഗുരു എന്താണ് പറയാറുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, എന്നിൽ അർപ്പിച്ച് ഗുരുവെ ഗുരുവെ നല്ല ചീത്തയൊക്കെ ചെയ്ത് ഏത് കർമ്മം ആയ മിരിക്കുക വർജ്യം ചെയ്വത് ഗുരുവെന്നോർത്ത് ചെയ്യുക. നമ്മളെ കർമ്മങ്ങൾ നമ്മളല്ല ചെയ്യുന്നത്, ഗുരു ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ചെയ്താൽ എന്താണ് ആ കർമ്മഫലം നമ്മളിൽ പറ്റുന്നത്. അത് നന്മയോ ചീത്തയോ എന്തോ അത് ഗുരുവിൽ അർപ്പിച്ചാൽ നമ്മൾ തിന്മയുണ്ടെങ്കിൽ തിന്മ പോയിട്ട് നന്മ തിരിച്ച്, അതല്ലേ ഗുരുവിൻ്റെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഒരാൾ തിന്മ ചെയ്യുന്നില്ല എന്ന് കരുതാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്നത് അത് സംബന്ധിച്ച് മറ്റ് ജീവികളെ കൊല്ലുന്നില്ല, ആരും ഉപദ്രവിക്കുന്നില്ല, പാപം ചെയ്യുന്നില്ല. പക്ഷേ അവിടെ ഈ ഒരു പാപത്തിൻ്റെ അംശം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ അരിമണിയായാലും ഗോതമ്പ് മണിയായാലും
അത് ജീവനുള്ളതാണ്. ആ ജീവനെ നമ്മൾ വേവിക്കുന്നുണ്ട്, ചൂടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് പൊടിക്കുന്നുണ്ട്. അപ്പം ആ ജീവൻ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ചെറുപയറാണെങ്കിൽ അത് നമ്മൾ പുഴുങ്ങുന്നു. ആ പുഴുങ്ങാതെ നമ്മൾ മണ്ണിലിട്ട് അത് സംഭവിക്കും, അത് മുളച്ചില്ല. അത് വെള്ളവും വളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മുളച്ച് വന്ന് ജീവനെ വളരുന്നില്ലേ? അത് പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ വളരില്ല. അപ്പോൾ ആ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തി. അത് പാപകർമ്മല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പാപമല്ല എന്ന് ചിന്തിക്കുന്ന പോലും പാപകർമ്മമായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് മാത്രമല്ല, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു. വെള്ളത്തിൽ എന്തെല്ലാം സൂക്ഷ്മാണുക്കളുണ്ട് ഇല്ലേ? കുറച്ച് വെള്ളം എടുത്തൊരു മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിച്ചാൽ ധാരാളം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ജീവികൾ അവിടെ കാണുകയാണ്. അപ്പോൾ അത് ജീവികളാണ്. നമ്മൾ ശരീരത്തിൽ ആ ജീവികൾ എത്തുന്നു. സൂക്ഷ്മാണുക്കൾ, ബാക്ടീരിയ, ഇതൊക്കെ നമുക്ക് പ്രവർത്തനം. ഒരു പാല് തൈരാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ ഒരുപാട് ബാക്ടീരിയ നമ്മളൊക്കെ ശരീരത്തിന് ആവശ്യമുള്ള ബാക്ടീരിയയാണ്. അപ്പോൾ അവിടെ ഈ ജീവികളാണ്. ആ ജീവികൾ നമ്മൾ വയ്ക്കുമ്പോൾ ആ ജീവികൾ നമ്മൾ ആക്കുന്നു. അപ്പം അത് ആ ജീവികൾ നശിക്കുന്നു. ജീവിതം നശിച്ച് ആ ശരീരം നശിക്കുന്നു, ജീവൻ നശിക്കുന്നില്ല എന്നല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് പച്ചക്കറിയാണ് ഉപ്പേരി വെക്കാൻ ഇല അരിഞ്ഞെടുക്കണം. അപ്പം ഇല അരിഞ്ഞെടുക്കുമ്പോൾ ആ ജീവനല്ലേ? അത് ജീവനുള്ളതുകൊണ്ടല്ലേ അത് പ്രവർത്തിക്കുന്നത്. ജീവനുള്ളതിൽ ആ ജീവൻ പരിണമിച്ച് വരികയല്ലേ? ഒരു വിത്ത് നട്ടിട്ടത് മുളച്ച് വളർന്നത്. ഇത് ആര് പറഞ്ഞു കൊടുക്കുന്നു? ഈ ജീവന്റെ ബോധത്തിൽ സന്നിവേശിപ്പെട്ടിരിക്കുന്നതാണത്. ഇത് മുളച്ച് വരണമെന്നും അത് വെള്ളവും വളവും വലിച്ചെടുത്ത് വളരണമെന്നൊക്കെ അല്ലാതെ ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കണം? ജീവിയെ സംബന്ധിച്ചതാണ്. ഒരു ജീവിയെ സംബന്ധിച്ചൊരു ഒരു കോഴിക്കുഞ്ഞ് ഒരു പരുന്തിനെ കണ്ടാൽ പോയി ഒളിക്കുന്നത് അത് എവിടെയും പോയി ആരെങ്കിലും ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചതല്ല. അറിവ് നേടിയത് ഗ്രന്ഥങ്ങൾ. ആ അറിവ് ഓരോ ജീവിയിലും ഉണ്ട്. ഒരു പശുക്കുട്ടി പശു പ്രസവിച്ച കുട്ടി പാലന്വേഷിച്ച് പോകുമ്പോൾ ആ ജീവൻ്റെ അറിവ് കിടക്കുകയാണ്. പാല് ഇന്ന സ്ഥലത്തുണ്ട്, കുടിക്കണം എന്നൊക്കെ. അല്ലാതെ ആരെയും പറഞ്ഞു കൊടുക്കണ്ടോ? മനുഷ്യനെ സംബന്ധിച്ച് ഈ അറിവ് കുറവാണെന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യനാണ് പുസ്തകം വായിച്ച് പഠിക്കുക. ആ പുസ്തകത്തിൽ മാത്രമല്ല ജനിക്കുക, അല്ലാത്ത അറിവ് ഉണ്ട് എന്നും കൂടി ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പം അതാണ് കർമ്മം കായമിരിക്കുക വർജ്യം ചെയ്വത് ഗുരുവെന്ന് ഓർത്ത് ചെയ്യുക. അപ്പോൾ കർമ്മം ആണല്ലോ ഓരോന്നും. കർമ്മത്തിന് ഫലമാണ്. ഒരു വിത്ത് മുളച്ച് വന്ന ഒരു വിത്ത് ഉണ്ടാവണമെങ്കിൽ എത്ര കർമ്മം കിടക്കുന്നു? ഒരു നെൽമണി വിത്ത് ആ ജീവൻ മണ്ണും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വളർന്നു വരും, നെൽച്ചെടിയായി വളർന്നു വരുന്നു. അങ്ങനെ വളർന്നു വന്നിട്ട് ഇലകളും പിന്നെ കതിരുണ്ടാവുന്നു. ഈ കതിരിൽ പൂമ്പടി, ആൺപൂ പെൺപൂ ഒക്കെ ഉണ്ടാവുന്നു. അത് പരാഗണം നടത്തുന്നു. എന്നിട്ട് അത് ആ പ്രവർത്തനം നടക്കുന്നു. പക്ഷെ അതിനുള്ളിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ എത്ര കർമ്മ രമണ മഹർഷിയെ സംബന്ധിച്ച് പറയാറുണ്ട്. അദ്ദേഹം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളവും ഒരു സൂചി കൊണ്ടൊക്കെ കാണാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കും. ഒരു മണി പുറത്ത് വീണ് പോയാൽ അതെടുത്ത് കുത്തി വെള്ളത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ചെയ്യുന്ന അതിൻ്റെ അത്രയും വലിയ കർമ്മയിൽ കിടക്കുന്ന ഒരു മണി വിത്താണ്. അപ്പം അതാണ് നബി തന്നെ പറഞ്ഞത്, ഒരു ധാന്യത്തിന് 1000 കളഞ്ഞാൽ 1000 കുറ്റമാണ്. കാരണം എന്താണ്? ഒരു നെൽമണിയോ കൽമണിയോ ഉണ്ടാകണേ അതിന് പിന്നിൽ ഒരുപാട് ആളുകൾ, കൃഷിക്കാരൻ മണ്ണ് കളക്ട് ചെയ്യുന്ന ഒരു കർമ്മം, വളമിടുന്ന കർമ്മം, അത് വിത്തിടുന്ന കർമ്മം, അത് മുളച്ച് വരുമ്പോൾ നനയ്ക്കുന്ന കർമ്മം, പിന്നെ കളകളൊക്കെ പറിച്ചു മാറ്റുന്ന കർമ്മം, എനിക്ക് കാര്യമായി വന്നിട്ട് അത് വിളഞ്ഞിട്ട് ഇത് ചെയ്യണമെങ്കിൽ തന്നെ ഈ സസ്യം എത്രമാത്രം കർമ്മം ചെയ്യുന്നു. മണ്ണിൽ നിന്ന് ജലവും വലിച്ചെടുത്ത് സൂര്യപ്രകാശം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ സ്റ്റാർച്ച്, അന്നജം ഉണ്ടാകുക. നമ്മുടെ ജീവന്റെ അംശമായ ആ ആഹാര കണികളുണ്ട്. ആ ആഹാര കണിക വിത്തുകളിലോ വേരുകളിലോ തണ്ടുകളിലോ ഇലകളിലൊക്കെ സംഭരിക്കപ്പെടുകയാണ്. ആ ഊർജമാണ് നമ്മുടെ ശരീരത്തിന് പോഷകമായി വരുന്നത്. അതിൻ്റെ കർമ്മം എത്രയാണ്? അത് ഒരു വിത്തായാൽ തന്നെ അത് വളഞ്ഞു വന്നിട്ട് അത് കൊയ്തെടുക്കണം, മെതിക്കണം, പിന്നെ ഇതൊക്കെ പോക്കണ്ടേ? അപ്പം അതിലൊക്കെ വേർതിരിക്കണം, ചാക്കിലാക്കണം, സൂക്ഷിക്കണം, വാഹനത്തിൽ കയറ്റിയിട്ട് ട്രാൻസ്പോർട്ട് ഗോഡൗണിലെത്തുന്നു, ഗോഡൗണിൽ വീണ്ടും സബിലെത്തുന്നു, അവിടുന്ന് വീണ്ടും ഇതിലൊക്കെ ഒരുപാട് തൊഴിലാളികൾ പണിയെടുക്കുക. വീണ്ടും നമ്മളെ കടകളിൽ എത്തുമ്പോഴത്തേക്ക് എത്ര കർമ്മം അതിൻ്റെ ഉണ്ട്.
ഈ ചെടിയുടെ കർമ്മം മാത്രമല്ല, മനുഷ്യന്റെ അധ്വാനം, പിന്നെ അത് വേവിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഇത്രയും ചെയ്ത് വന്നൊരു ഇത് ഊർജം അല്ലെങ്കിൽ ഒരു കർമ്മമായിട്ട് കിടക്കും. അത് നമ്മൾ വെറുതെ കളഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അതുമാണ് ഈ കർമ്മത്തിന്റെ നമ്മൾ അനാവശ്യമായത് കളയുമ്പോൾ ആ കർമ്മദോഷം നമ്മൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ദോഷം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ അർപ്പിച്ച് ചെയ്യൂ, ഞാൻ ഏറ്റെടുക്കും, വേറെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയും. ഈ തരത്തിൽ നമ്മൾ ഓരോ കാര്യം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഭഗവത്ഗീതയില് കർമ്മയോഗത്തില് 14-ാമത്തെ ശ്ലോകം 15-ാം ശ്ലോകം ഇതുവരെ ബന്ധപ്പെട്ട് അന്നാൽ ഭവന്തി ഭൂതാനി പർജന്യാതെന്ന സംഭവ യജ്ഞാത് ഭവതി പർജന്യ യജ്ഞ കർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മോത്ഭവമിതി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നത്തിൽ നിന്ന് ജീവികൾ ഉണ്ടാകുന്നു, മഴയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അതായത് വേദത്തിൽ നിന്ന് കർമ്മവും പരബ്രഹ്മത്തിൽ നിന്ന് വേദവും ഉണ്ടാകുന്നു എന്നറിഞ്ഞാലും അതിനാൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മം എപ്പോഴും യജ്ഞത്തിൽ നിലകൊള്ളുന്നു. എല്ലാ ജീവജാലങ്ങളും ആഹാരം കൊണ്ടാണ് ജീവിക്കുന്നത്. ആഹാരം മഴയിൽ നിന്നുണ്ടാകുന്നു, മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ കർമ്മത്തിന്റെ ഫലങ്ങളാണ്. കർമ്മങ്ങളാകട്ടെ വേദങ്ങളിൽ നിന്ന്, അതോ വേദങ്ങൾ വെളിപ്പെടുത്തിന്റെ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. വേദങ്ങൾ ബ്രഹ്മത്തിന്റെ പ്രത്യക്ഷ പ്രകടനങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നിത്യവും സർവ്വ ബ്രഹ്മവും യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അപ്പൊ യജ്ഞം എന്ന് പറയുന്നത് ആ കർമ്മത്തിൽ, അപ്പൊ ഈ കർമ്മമാണ് മുഴുവനായിട്ട് ഇവിടെ വ്യാപിച്ചു നിൽക്കുന്നത്. എത്രമാത്രം കർമ്മങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കർമ്മം വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ആ കാര്യങ്ങളെന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ഏതെങ്കിലും മറ്റുള്ളൊരു കുറ്റവും കുറവും പറഞ്ഞിട്ട് സമയം പോക്കിയിട്ട് എന്താണ് ഗുണം? അപ്പോൾ അന്നമായാലും അന്നത്തിന്റെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളായാലും ഇതെല്ലാം ഉണ്ട് ഈ ജീവൻ എന്ന് പറയുന്നത്. അത് ശാസ്ത്രീയമായിട്ട് ഈ സസ്യങ്ങൾക്ക് പണ്ട് നമുക്കറിയാം, ഈ പഴയ കാലത്തൊക്കെ മനുഷ്യര് ഇത് എന്താ പറയുക, ഒരു വൃക്ഷം മുറിക്കണമെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ പോയി വെട്ടുമ്പോൾ മിച്ചം കൊണ്ട് വെട്ടല്ല, ആദ്യം പോയി സമ്മതം ചോദിക്കുന്ന അത്രയും. സമ്മതമാക്കി തലേ ദിവസം പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ആദ്യം മുമ്പ് എപ്പോഴും അങ്ങനെ പറയുന്നത് മരം മുറിക്കാൻ പോവുകയാണെന്ന് ആ മരത്തിനോട് പറയും. അപ്പം തീയും ഈ ആ മരത്തിലുള്ള കിളികളും മറ്റു ജീവികളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിഞ്ഞു മാറാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. ഒരു മരം മുറിച്ചിടുമ്പോൾ ആ ജീവനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റെ സമ്മതം ചോദിക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നല്ലോ ഇപ്പം ഉണ്ട്. അതെന്തുകൊണ്ട് ഈ പൂർവികർ ഈ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത്. നമ്മളിപ്പോൾ ഈ ശാസ്ത്രീയത്തിൻ്റെ പിന്നാലെ പോയി ഇതിലൊന്നും എല്ലാ മനുഷ്യനും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാ മനുഷ്യന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഏറ്റവും വലിയ അറിവുള്ളതാണെന്ന് പറയും. മനുഷ്യൻ എന്താ അറിവാണ്? മനുഷ്യൻ ചിത്ര അറിവുണ്ടോ? ജീവികളിലുള്ള അറിവുണ്ടോ? സസ്യങ്ങളിലുള്ള അറിവുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും ഗ്രന്ഥം വായിച്ച് പഠിച്ചാലല്ലോ. അപ്പോൾ നമ്മൾ ഭയങ്കര പണ്ഡിതനാണ്, നമ്മൾ അറിവുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ വേറെ അറിവുന്നില്ലേ? അപ്പോൾ നമ്മൾ എന്തെല്ലാം അറിവ്, ശാസ്ത്രീയമായിട്ട് എന്തെല്ലാം കണ്ടുപിടിച്ചു. ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറഞ്ഞു. ആ തന്മാത്ര ഏറ്റവും ചെറുതാണ്, അതിൽ ചെറുതില്ല. പിന്നെ പറഞ്ഞു തന്മാത്ര അല്ല, അതിനേക്കാൾ ചെറുതുണ്ട്, തന്മാത്ര കുറിച്ച് ആറ്റം കിട്ടും. പിന്നെ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടും ആറ്റം ഒന്നും ചെയ്യാൻ പറ്റില്ല, ആറ്റം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആറ്റത്തേക്കാൾ ചെറിയ കണിയില്ല. പിന്നെ അത് ആറ്റം വീണ്ടും പിളർക്കാന്ന് പറയും. ആറ്റം എന്ന് പറയുന്ന കണിക വീണ്ടും പൊട്ടിച്ചപ്പോൾ എന്താ എനർജി ഉണ്ടായി. അതെന്താണ്? അതിഭയങ്കരമായ എനർജി ഉണ്ടാകുകയാണ്. അപ്പൊ അണുവിലും അഖണ്ഡത്തിലും ദർശനദാതാവാണെന്നല്ലേ. അപ്പൊ അവിടെ അണുപ്രസരണത്തിലുണ്ടാകുന്ന വലിയ പ്രകാശമാണ്. ആ പ്രകാശം എന്ന് പറയുന്നത് ഇതിലെ ചെറിയ ഇതിലും ആ പ്രകാശം. അപ്പൊ ഒരു ഭക്തിയാനല്ലേ, എന്താണ് എന്തായാലും സ്കൂളിലൊക്കെ പഠിച്ചിട്ട് പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ അഭയം നീ. അഭയം നല്ലേ, അല്ല ശരണം നീയെന്നോ, അങ്ങനെ. അതായത് പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും, ഏറ്റവും പരമാണുവിൽ പോയി സ്ഫുരണമായിട്ട് മിന്നുന്ന പരമപ്രകാശമേ എന്നാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളുണ്ട്. നമ്മളെ ഗുരുഗീതയിലോ പറയുന്ന എന്താ പറയാ, പിന്നെ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ആ ഒരു ഇതെടുത്തിട്ട് പറയാലോ, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ. അല്ലെങ്കിൽ പിന്നെ ഗുരുഷ്പാഞ്ജലിയിലെ ഓം ശ്രീ
കരുണാകര ഗുരു പരമഗുരുവേ നമ. ഓം സംസാരതാപശമനായ നമ. ഓം മനുഷ്യവിഗ്രഹായ നമ. സത്വഗുണോത്തമായ നമ. ഓം പരികൃഷ്ടാത്മേ നമ. ഓം വീതരാഗഭയക്രോധ ശോകമോഹനമാനസായ നമ. ഓം അവ്യായ നമ. നിർമ്മലായ നമ. നിഗമാതജ്ഞായ നമ. വാജ്ഞാനവർദ്ധിലോകായ നമ. ഓം സച്ചിദാനന്ദ സ്വരൂപായ നമ. ഓം അഗ്രാഹ്യായ നമ. ഓം ദേഹാത്മേ നമ. ഓം നാശിതാശകർമ്മഷായ നമ. ഓം ഭക്തി സംയുക്തായ നമ. ഓം സ്ഥൂലസൂക്ഷ്മകാല ശരീരാധിക്തായ നമ. ഓം കാരുണ്യ സമ്പൂർണായ നമ. ഓം ബാഹ്യർമ്മേന്ദ്രിയത്തായ നമ. അങ്ങനെ അല്ലേ? ഓം അവസ്ഥാസാക്ഷിയ നമ. ദേവതലിംഗ മനുഷ്യ ചിന്നാൽമേ നമ. ഓബോധമായാമേ പ്രപഞ്ചായ നമ. ഓം അന്നമയാദികോശ വിലക്ഷണായ നമ. ഓം സർവജ്ഞായ നമ. സർവശക്തായ നമ. മാർത്തായ ഹരണായ നമ. ആനന്ദദായകായ നമ. വാസ്തവജ്ഞാന തൃപ്തായ നമ. ഓം ദൃക്രൂപായ നമ. ഓം ജഡബോധവർജിതായ നമ. ഓം സർവമുക്തായ നമ. ഓം സത്കജ്ഞാനദാനവൽകൃഷ്ടായ നമ. ഓം വിജ്ഞാന വിനാശിത വിജ്ഞാനായ നമ. ഓം വിശ്വാന വിഭക്തേ നമ. ഓം യഥാർത്ഥ ജ്ഞാനദായ നമ. ഓം വിപരീതഗതി യന്ത്രേ നമ. അല്ലേ? വിപരീതഗതി യന്ത്രേ നമ. ഇതൊക്കെ ഓരോ വരി എടുത്തിട്ട് വിശദീകരിക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശാദീര്യ മാസികയിലെ അധ്യാത്മ മാസികയിലെ ഇത് ഇട്ട് നോക്കുക ആശ്രമദേശത്തിൽ. അപ്പോൾ അവിടെ എന്താ വരുന്നത്? നമ്മളെ സാർത്ഥതയോ എന്തൊക്കെ വരുമ്പോൾ അത് ഭഗവത്ഗീതയെ പറയുന്നു. എന്താണ്? സാഖ്യയോഗത്തിൽ പിന്നെ 62ാമത്തെ ശ്ലോകം നോക്കുക. ധ്യായതോ വിഷയാൽ പുംസ സംഗസ്തേഷു ജായതേ സംഘാൽ സംജായതേ കാമ കാമാൽ ക്രോധാഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി. അതായത് അപ്പൊ ഈ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്ക് അതിൽ ആസക്തി ഉണ്ടാകും. ആസക്തി കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകും. ക്രോധത്തിൽ നിന്ന് അവിവേകം ഉണ്ടാകും. അവിവേകത്തിൽ നിന്ന് ഓർമ്മയില്ലായ്മയും ഓർമ്മത്തെറ്റ് ബുദ്ധിനാശത്തിലേക്ക് ഒരുവൻ നയിക്കുന്നു. ബുദ്ധിനാശം കൊണ്ടാകട്ടെ ഒരു നഷ്ടപ്രായവും. ബുദ്ധിനാശം എന്തായി? ബുദ്ധിനാശവും പ്രണശ്യതി. പിന്നെ ജീവിതത്തിൽ കാര്യമില്ല. അതപ്പോൾ കാമം എന്ന് പറയുമ്പോൾ ഈ ആവശ്യം, നമ്മളെ ചിന്ത, നമ്മളെ സാർത്ഥത, ശ്രീവശം എന്ന് മാത്രമല്ല ഇതെല്ലാം. അപ്പൊ അത് തടയപ്പെടുമ്പോൾ അതിന് വിവാദം ഉണ്ടാകുമ്പോൾ ക്രോധം ഉണ്ടാകുകയാണ്. ക്രോധാൽ ഭവതി സമ്മോഹ. ക്രോധം കൊണ്ട് സമൂഹം, സമൂഹം കൊണ്ട് സ്മൃതി വിഭ്രം, മറവി, എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് നിങ്ങളെ പ്രശ്നം എന്നാണ് തോന്നുന്നത്. ഒരു സാധകനെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കണം അല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഗുരുവിനെ സംബന്ധിച്ച് ഗുരു ആരാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അല്ലേ? ശാന്തിഗിരി മാസിക 1998 ജൂണിൽ ഗുരുവിനെ പറ്റി പറയുന്നത് ആരാണ് ഗുരു എന്നുള്ള വ്യത്യാസം. നമുക്ക് സ്വയം ഒരു ദോഷമുണ്ടാകുന്ന കർമ്മം ചെയ്യണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇത്രയും അധികം ദോഷം എങ്ങനെയുണ്ടായി? ഞാൻ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഓരോ കർമ്മത്തെ അവരുടെ സ്വന്തം ആളുകൾ തന്നെ കവർ ചെയ്തിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ്റെ അനുഭവത്തിലുള്ളതല്ല ഒരു കാര്യം ഇവിടെ ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ അല്ല, നാനാജാതി മസ്തരായ പിള്ളേരാണ്. ഞാൻ എന്തിനൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഞാൻ തന്നെ ആദ്യം ഇതൊക്കെ ചെയ്തിരുന്നു. ഒരു ദിവസം ഞാൻ പൂജ ചെയ്തുകൊണ്ടിരുന്ന തട്ടം എൻ്റെ കയ്യിൽ നിന്ന് തുറച്ചുപോയി. അന്ന് എന്നോട് പറഞ്ഞു, നീ ആരാധിക്കരുത്, ആരാധിക്കാൻ പാടില്ല, നീ ആരാണെന്ന് എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ, നീ ആരാധിക്കുന്ന ശക്തിക്ക് ദോഷങ്ങളുണ്ടാവും. ആ സ്ഥാനത്ത് മറ്റുള്ളവരെ വളർത്തിയെടുത്തുകൊണ്ട് ഗുരു എന്ന സ്ഥാനത്ത് അവർക്ക് മാർഗദർശനം ചെയ്യുകയല്ലാതെ കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ ഗുരു ആരാണ്? ഗുരുവിനോട് നീ ആരാധിക്കപ്പെടേണ്ടവനാണ്, നീ കർമ്മം ചെയ്യാൻ കർമ്മ ഇട്ടവനാണ്. അത് ആ ഗുരുവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ അവിടേക്ക് വേറൊരു സിസ്റ്റത്തെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് മനസ്സിലാക്കി, ഗുരുവാണി മനസ്സിലാക്കിയിട്ട്, ഗുരു സംസാരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആശയം ഈ ജനങ്ങൾ കൊടുക്കുക. അല്ലാതെ ഗുരു ഭഗവത്ഗീത പറഞ്ഞ പോലെ ആ തരത്തിലുള്ള കർമ്മത്തിലേക്ക് പോകരുത്. അപ്പോൾ യേശു ദേവാലയത്തിൽ നിന്ന് പുരോഹിതന്മാരെ അടിച്ചോടിച്ചെന്നല്ല പറയുന്നത്. എന്താ അവരോട് പറഞ്ഞത്? വെള്ളയടിച്ച കുഴിമാടങ്ങളെ നിങ്ങളോ കടക്കുകയുമില്ല, നിങ്ങൾ കടക്കുന്നവരെ നിങ്ങൾ തടഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് അന്ന് പുരോഹിതന്മാര് പറഞ്ഞാൽ അവരെന്ത് ഈ വിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കല് ഈ പോയപ്പോൾ അവരെ അവിടുന്ന് ദേവാലയത്തിൽ അടിച്ചു പിടിക്കുക. ഞങ്ങളെ കീഴിലാണ് ദൈവത്തിന്റെ ആളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ മറ്റുള്ളവർ കാവട്യം പറഞ്ഞുകൊണ്ട് അല്ല, ഇവർക്കിത് അറിവില്ല. പുരോഹിതം എന്നാണ് ആരാ? പുരോഹിതം. പുരോ പറഞ്ഞാല് ഉന്നതങ്ങളിൽ ഇരിക്കുന്ന പുരോ എന്ന് പറഞ്ഞാൽ ഉന്നതമായിരിക്കുന്നു. ഉന്നതന്റെ ഹിതം,
അതായത് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരായിരിക്കണം ആര്? ദൈവം വാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പൊ അവരതല്ല ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോ പുരോഹിതന്മാർ വെള്ള വസ്ത്രം അണിഞ്ഞു, ഇവിടെ മഞ്ഞ വസ്ത്രം അണിയുമ്പോൾ ഗുരുവിന്റെ ഹിതം എന്താണോ അത് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കുക. ഇപ്പോൾ മുമ്പൊക്കെ നമുക്ക് ആശ്രമത്ത് പോകുമ്പോൾ ഒരു അനുഭവപ്പെടുന്ന ഒരു കുളിർമയുണ്ട്. എന്തുകൊണ്ട്? അവിടെ ഈ തണൽ മരങ്ങളുണ്ട്, ഗുരു ചവിട്ടി നടന്ന മണ്ണും മണലും ഒക്കെ വിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു വൃക്ഷം, അങ്ങനെ ചെടി പോലും മുറിച്ച് കളയുന്നത് ഗുരുവിന് ഇഷ്ടമല്ല. ഗുരു ഇഷ്ടപ്പെട്ട് വളർത്തിയ മാവ്, പ്ലാവ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, അതൊക്കെ അവിടെ പോയി. അപ്പോൾ പുരോഗമനത്തിന്റെ പേരിൽ ഇതെല്ലാം മുറിച്ചു മാറ്റി കോൺക്രീറ്റ് ബിൽഡിംഗ് ആക്കിയാൽ അത് ആശ്രമത്തിൻ്റെതായ ഒരു അന്തസ്സത്ത ഉണ്ടാവും. ഗുരു ചവിട്ടിയ മണലാൾ പോയിട്ട് അവിടെ പാറ ടൈലൊക്കെ വിരിച്ചിട്ട് അവിടെ വേനൽക്കാലം നിൽക്കാൻ പറ്റില്ല, കാല് കൊള്ളുന്നു, മേലത്തെ ചൂട് കൊണ്ട് തല കൊള്ളുന്നു, നിൽക്കാൻ പറ്റില്ല, പൊരിഞ്ഞു പോകാം. ചൂട്, ആ കുളിർമയെല്ലാം പോയിട്ട് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആളുകൾ നിൽക്കാൻ പറ്റില്ല. മഴക്കാലത്താണെങ്കിലോ. അപ്പൊ ഈ തരത്തിലാണ് ആശ്രമത്തിലെ മാറ്റിയിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ആളുകൾക്കാണെങ്കിൽ ചവിട്ടി നിൽക്കാൻ പറ്റില്ല. അവിടെ ആളുകൾക്ക്, വിശ്വാസികൾക്ക് ഗുരുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചവിട്ടി നിൽക്കാൻ പറ്റില്ല. ഗുരുവിനെ അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റുമോ? ഗുരുവിനെ അവിടെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ അറിയാം, ഗുരുവിന്റെ ചെറുപ്പത്തിലുണ്ടായ സംഭവം അറിയില്ലേ? ആ ആലപ്പുഴ ചന്ദിരൂര് ആ മണ്ണിൽ നിന്നാണ് ചളി മണ്ണൊക്കെ ആയിട്ട് ഗുരുവിനെ ഏറ്റവും വൃത്തിയും ശുദ്ധിയാണ് ഗുരുവിന്. ഗുരു അന്നത്തെ കാലത്ത് ചെരുപ്പുകളൊന്നുമില്ല. ഇത് അന്ന് റബ്ബറിന്റെ ഹവായി ചെരുപ്പ് അതൊക്കെ കൊണ്ട് വലിയ സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ കാലത്ത് ഗുരു പാള കൊണ്ട് ചെരുപ്പുണ്ടാക്കി കാലിലിട്ടു എന്നാണ്. പാള കൊണ്ട് ചെരുപ്പുണ്ടാക്കിയിട്ട് കാലിട്ട് ആദ്യം ചവിട്ടി നടന്നു. അത്രയും ആ ചെറുപ്പത്തിൽ ആ ശുദ്ധി വൃത്തി സൂക്ഷിച്ച ഗുരുവിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ ഗുരുവിനെ സംബന്ധിച്ച് ആശ്രമം മലിനപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഗുരുവിനെ അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റില്ല, അവിടുന്ന് ഉയർന്നു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഗുരുവിനെ പ്രവർത്തിക്കണമെങ്കിൽ ആ രീതിയിൽ ഏറ്റവും പരിശുദ്ധമായ സൂക്ഷിക്കേണ്ട ഇടമാണ് ആശ്രമം എന്ന് പറയുന്നത്. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയുകയും സൂചിപ്പിക്കുകയും ചെയ്യുമ്പോൾ അറിവില്ലാത്തവരെ പൊട്ടന്മാരാണ് എന്താ മാനസിക ഒരു അതാണ് ആരംഭിച്ചാൽ ഈ കാര്യം മുന്നോട്ട് പോവില്ല. ഇത് വലിയൊരു വിഷയമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. നിങ്ങൾ വളരെ ചെറുപ്പമാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞാൽ ഈ യേശു ആരെങ്കിലും വന്നിട്ട് എല്ലാത്തിനെയും അടിക്കും. ആ അടി എങ്ങനെയാ താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ചോദിക്കും, എന്താണ് ഗുരു എല്ലാം അറിയുന്നതല്ലേ, ഗുരു ചെയ്താൽ പോരെ, പിന്നെ എന്തിനാണ് ഇങ്ങനെ? അപ്പോൾ അത്രയും ശക്തി ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതെല്ലാം ശരിയായിക്കൂടാ? ശരിയാണ്, നമ്മളെ ഗുരുവിന് എല്ലാ സർവശക്തി. പക്ഷേ പ്രപഞ്ചത്തിന് നിയമമുണ്ട്. അത് പ്രപഞ്ച നിയമം ഗുരുവെ തെറ്റിക്കില്ല. ചിത്ത ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എല്ലാ സൗരങ്ങൾ ഇറങ്ങിക്കൊണ്ടു, ഈ സൗരയൂഥം മൊത്തം കറങ്ങുന്നു. അത് എവിടെയെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്ന സമയം ഭൂമി ഇങ്ങനെ 24 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നത് 48 നീങ്ങിയാൽ എന്താവും? 24 മണിക്കൂർ പകൽ, 24 മണിക്കൂർ രാത്രി കഴിപ്പില്ലേ? അതുപോലെ ഈ സൗരയൂഥത്തിൽ കറങ്ങുന്നത് ഏതെങ്കിലും ഒന്ന് സിസ്റ്റം ഒരാൾ തെറ്റിച്ചാൽ മൊത്തം തകരാറാകാണ്. ഇത്രയും കാലമായിട്ട് ഒരു വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക ആ സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റം ഒരു കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകണം. അവിടെയെങ്കിലും തെറ്റിച്ചാൽ എവിടെയാണ് തെറ്റി അവരെ തന്നെ തിരുത്തണം. ഇവിടെ തെറ്റിച്ചാലാണ് അത് വേറെ ആരും വന്ന് തിരുത്തല്ല, അവർ തന്നെ സ്വയം തിരുത്തി. ആരാണോ ആരും വാക്ക് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് അതിൽ കൂടി തന്നെ തിരുത്തി വരണം. അല്ലാതെ അതാണ് അതിൻ്റെ രീതി. ഗുരു സാധിക്കാത്തല്ല. ഗുരു അത്ഭുതങ്ങൾ കാണിക്കില്ല, സിദ്ധി കാണിക്കില്ല. ഗുരു വിചാരിച്ചാൽ എല്ലാം പെട്ടെന്ന് നടക്കും. അങ്ങനല്ല. എങ്ങനെ വന്നോ അത് എങ്ങനെ വന്നു, തെറ്റ് വന്നോ ആ തെറ്റ് അങ്ങനെ തന്നെ തിരുത്തി വരണം. അല്ലെങ്കിൽ സത്യത്രാണ് തെറ്റ് അപ്പം തന്നെ തിരുത്തിപ്പെടായിരുന്നു. എത്ര കാലങ്ങളായിട്ട് ആ എന്താണ് വാളെടുത്തൻ വാളാന്ന് പറയുന്നൊരു ഇതല്ലേ. പെട്ടെന്ന് ഇപ്പം യേശുവിനെ ഈ പിന്നെ ശത്രുക്കൾ പിടിക്കാൻ വന്നപ്പം യേശുവിന്റെ ശിഷ്യൻ പത്രോസ് എന്ന് പറഞ്ഞു വാളെടുത്ത് വെട്ടാൻ പറ്റിയ. യേശു പറഞ്ഞു ഉള്ളിറ്റാന്ന് പറയുന്നത് എന്താ കാരണം? വാളെടുത്തനും വാളെന്ന് അക്രമം കൊണ്ട് സാധിക്കില്ല. അത് യേശുവിനോട് എങ്ങനെ സംഭവിക്കാൻ പോകാനൊക്കെ. അതുകൊണ്ട് സംഭവിച്ചാൽ അതിന് ആ രീതിയിൽ തന്നെ പോകണം. അത് സംഭവിക്കാതെ നന്മയിലേക്ക് പോകാനുള്ള വഴി മാത്രം ചിന്തിക്കുക, പിന്നെ വേറെ മാർഗമില്ല. അത്രയൊക്കെ പറഞ്ഞാൽ വരെ ബാക്കി നിങ്ങൾക്ക് അറിയാലോ. നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കരുത്. പറയുമ്പോൾ നിങ്ങൾ അറിയാത്ത ആൾ ഞങ്ങളെ വേദന കൊണ്ട് പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം. നേരെ വിപരീതമായിട്ട് കർമ്മം ചെയ്യുന്നു അല്ലേ? വിപരീത കർമ്മം കൊണ്ട് ഉണ്ടാകുന്ന ഫലമൊക്കെ അറിയാലോ. വാക്കാണ് സത്യം, സത്യമാണ് ഗുരുവാണ് ദൈവം എന്ന് പറയും. എന്താണ് ഈ വാക്ക്, എന്താണ് ഈ സത്യം, എന്താണ് ഗുരു എന്ന് പറയുന്നത്? ഈ സത്യമായ കാര്യങ്ങൾ എന്താണ് അറിയില്ലേ? ഈ കാഴ്ച എന്ന് പറയുന്നത്, ദർശനം എന്ന് പറയുന്നത്
കണ്ണില്ലാതെയും കാണാവുന്നതാണ്. നമ്മളെ മനസ്സുകൊണ്ട് കാണുന്നില്ലേ, അങ്ങനെ കാണുന്നത്. കണ്ണടച്ചാൽ കാണുന്നത് എങ്ങനെയാണ്? ഒരു കാര്യം നമ്മളിപ്പോൾ എത്ര ദൂരമുള്ള ആണെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് പോയി വന്നാൽ ആ സ്ഥലത്ത് മനസ്സുകൊണ്ട് അവിടെ എത്തുക, അവിടുത്തെ കാഴ്ചകൾ നമ്മൾ ഭാവനയെ കാണാം. ഇതുവരെയാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോൾ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് അന്ധനായ കാണിച്ചു കൊടുക്കുന്നതാണ് വേദവ്യാസൻ എന്ന ഋഷി സഞ്ജയന് നൽകിയ ദർശനത്തിന്റെ കണ്ണ് ശാന്തിയിലെ ഗുരു ശിഷ്യനും ഭക്തനും അതുപോലെ നൽകുന്നു. വ്യാസൻ നൽകിയ കണ്ണുകൊണ്ട് സഞ്ജയൻ കുരുക്ഷേത്ര ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമാണ് കണ്ടതെങ്കിൽ ശാന്തിയിലെ ഗുരു നൽകുന്ന കണ്ണുകൊണ്ട് ശിഷ്യനും ഭക്തനും ഈ പ്രപഞ്ചത്തിന്റെ ആവിർഭാവം മുതലുള്ള ഉൽപ്പത്തി കർമ്മവും വികാസ പരിണാമങ്ങളും കാണുന്നു എന്ന് മാത്രമല്ല, ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു എന്നുകൂടി കേൾക്കുക കൂടി ചെയ്യുന്നു. ഈ കാഴ്ചയാണ് സത്യം. ഇങ്ങനെ കേൾക്കുന്ന വാക്കു മാത്രമാണ് സത്യം. ഇതിന് മറ്റുള്ളവരെ പ്രാപ്തമാക്കുന്ന ഗുരു സത്യമാണ്. അതുകൊണ്ടാണ് വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് നമുക്ക് ആശ്രമത്തിൽ കിട്ടിയ അറിവാണ് അതൊക്കെ. അല്ല, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഗ്രന്ഥം വായിച്ചിട്ടല്ല. അതുകൊണ്ട് ആശ്രമത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന കർമ്മത്തിലേക്ക് നിങ്ങൾ തിരുത്തി വരിക. സദ്വിചരണം.